അച്ഛനോട് നിധി ചോദിക്കും എന്താ വന്നത്. സാധാരണ ഈ സമയത്ത് എണീക്കാറ് പോലും ഇല്ലല്ലോ. അച്ഛൻ പറയും മോൾ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. സുഭാഷിനോട് ചോദിച്ചിട്ട് അവനൊട്ടും പറഞ്ഞതുമില്ല. പിന്നെ ഇങ്ങോട്ട് വരരുതെന്നുള്ള രീതിയിലാണ് സ്ഥലം പറഞ്ഞു തന്നത്. സുധി മോളോട് അങ്ങനെ പെരുമാറിയത് മനഃപൂർവ്വമല്ല. അതിൻ്റെ കാരണം ഞാൻ കൂടിയാണ്. നിധിക്ക് മകനെ രക്ഷിക്കാനാണോ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ. അച്ഛൻ പറയും ഞാനങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആളൊന്നല്ല മോക്കറിയാലോ. ഞാൻ അവനോട് ഓരോന്ന് പറഞ്ഞ് പിരികയറ്റി വിട്ടിട്ടാണ് അവനിങ്ങനെയൊക്കെ ചെയ്തത്. അത് കേൾക്കുമ്പോൾ തന്നെ നിധിക്ക് ദേഷ്യം വരും. നിധിക്ക് നിങ്ങളൊരു അച്ഛനാണോ? അച്ഛൻ മക്കൾക്ക് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഞങ്ങളുടെ കല്യാണം തന്നെ ശരിക്കുള്ളൊരു കല്യാണമല്ലെന്ന്. അത് അയാൾക്കും അറിയാലോ. ഇനി എൻ്റെ മുന്നിൽ കണ്ടുവരുത്, പോയിക്കോ. അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. വീട്ടിൽ സുധിയോട് ആരും സംസാരിക്കുന്നില്ല. നികേഷിനെ വിളിക്കുമ്പോൾ നികേഷ് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഹരീഷും അതുപോലെ തന്നെ. സുഭാഷിനോട് സുധി വയ്ക്കും, സുഭാഷ് ഏട്ടാ നിങ്ങളെങ്കിലും ഒന്ന് പറ, ഞാൻ എന്താ ചെയ്തത്? ആരെങ്കിലും കൊന്നോ? നിധി ഇവിടുന്ന് പോയി, നമ്മളാരെങ്കിലും പറഞ്ഞയച്ചതാണോ? അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ. ഞാൻ എന്നും കള്ളു കുടിച്ചു വരുന്ന ആളൊന്നുമല്ലല്ലോ. അന്ന് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അവളെൻ്റെ ഭാര്യയല്ലേ. സുഭാഷ് വയ്ക്കും, അത് അവൾ അംഗീകരിച്ചിരുന്നില്ലല്ലോ. സുധി പറയും, ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് ഞാൻ. അതും പറഞ്ഞ് സുധി അവിടുന്ന് പോവാണ്. സുധീഷ് ഹരീഷിൻ്റെ കടയിലേക്ക് വരികയാണ്. ഈ വിഷമങ്ങളൊക്കെ ഹരീഷിനോട് പറയുമ്പോൾ ഹരീഷ് ചോദിക്കും, അങ്ങനെ കള്ളു കുടിച്ചു പോയി പറഞ്ഞതല്ലാതെ എപ്പോഴെങ്കിലും നേരിട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ സുധി ചിന്തിക്കും. ഹരീഷ് പറയും, എടുത്തി എന്തായാലും തിരിച്ചു വരും. അതൊക്കെ കേൾക്കുമ്പോൾ സുധിക്ക് സന്തോഷമാവും. സുധി പറയും, പ്രണയത്തിനെ പറ്റി നിന്നോടൊക്കെ ചോദിക്കേണ്ട അവസ്ഥ വന്നു എനിക്ക്. നീ ആൾ കൊള്ളാലോ. ഹരീഷിനെ സുധി കളിയാക്കുമ്പോൾ ഹരീഷ് പറയും, എന്നാലേ ഇവിടുന്ന് പോകാൻ നോക്ക്. സുധി എടാ പോലെ. ഹരീഷ് പറയും, അവന്മാരിപ്പോൾ വരും, അതിനു മുന്നേ ഇവിടുന്ന് പോയിക്കോ. സുധി പറയും, എന്നാൽ ശരി. സുധീഷ് നിധിയുടെ ഓഫീസിലേക്ക് വരികയാണ്. പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നിധിയുടെ കൂടെ ജോലി ചെയ്തൊരു പെൺകുട്ടി കൊറിയർ വാങ്ങാനായിട്ട് പുറത്തിറങ്ങും. വാങ്ങി തിരിച്ചു പോകുമ്പോൾ സുധിയെ കാണുമ്പോൾ അവൾ പഴയ കാര്യം ഓർക്കും. സുധി അവളോട് വയ്ക്കും, ഹലോ നിധി ഒന്ന് വിളിക്കാൻ പറ്റുമോ? അവൾ പറയും, വേണമെങ്കിൽ അകത്ത് വെയിറ്റ് ചെയ്യാം. വേണ്ട, നിധി ഫ്രീ ആകുമ്പോൾ ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അവൾ പോയിട്ട് നിധിയോട് പറയും, അന്ന് ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിധി സുധിയുടെ അടുത്തേക്ക് വരികയാണ്. സുധി നിധിയോട് കുറേ ക്ഷമയൊക്കെ പറയും. നിധി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സുധി പറയും, എൻ്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുണ്ടായി, ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എനിക്കൊരു സമാധാനമാവും. നിധി പറയും, ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അനുഭവിച്ച ട്രോമയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ജന്മം നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്കാവില്ല. അതും പറഞ്ഞ് നിധി അവിടുന്ന് പോവാണ്. വീട്ടിലെല്ലാവരും നിധിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ സുഭാഷ് വയ്ക്കും, സുധി ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ, അവൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഹരീഷ് പറയും, എനിക്കൊന്നും വയ്യ, സുധീഷേട്ട ഇങ്ങ് വന്നോളൂ. ആ സമയത്ത് അച്ഛനും കൂടെ വീട്ടിലേക്ക് വരികയാണ്. അച്ഛൻ ചോദിക്കും, ഇന്നും ദോശയാണോടാ? നിനക്ക് കൂലിക്ക് പകരം ദോശമാവാണോ കിട്ടുന്നത്? ഹരീഷ് പറയും, ഊട്ടി കൊടുക്ക്, ഇയാൾ കാരണാ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സുഭാഷ് പറയും, ഹരീഷേ കഴിക്കാൻ വന്നാൽ കഴിച്ചോണം, വെറുതെ കച്ചറ ഉണ്ടാക്കരുത്. ഹരീഷ് പറയും, സുധീഷേട്ടന് വേണ്ടാത്ത ഓരോ ഉപദേശം കൊടുത്തിട്ടാ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശമാണ് ഇതൊക്കെ. അച്ഛൻ പറയാം, അതേടാ ഇനി എല്ലാം കൂടി എൻ്റെ തലയിലിട്ടോ, അവനോരോ മണ്ടത്തരം ചെയ്തതിന് ഞാനാണല്ലോ തെറ്റുകാരൻ. ഇത്രയും കാലം നിങ്ങളൊക്കെ നടന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയതേ നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ കാര്യം അങ്ങനെയൊക്കെ തന്നെ, ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെയൊക്കെ കുഴപ്പം ഞാൻ ചുമക്കണം. ഹരീഷ് പറയും, ഈ വീട്ടിൽ എന്ത് തെറ്റ് നടന്നാലും അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്.